സൂപ്പറായി. കാരണം ഇത് യൂട്യൂബിൽ സംഭവം ഫേവറെ ഒന്നും സത്യം പറഞ്ഞിട്ട് ശരിയായില്ല. അത് ശരി അല്ല, നിങ്ങൾ എന്നെ കടങ്ങുമ്പോ നമസ്കാരം തുടങ്ങിയല്ലേ? ഹലോ ആ താ അടിപൊളി. കുതിര എനിക്ക് എല്ലാത്തിനും പേരറിയാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ യൂട്യൂബിലുള്ള ആൾക്കാർ യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അൺബോക്സ് ചെയ്യുന്നതും അങ്ങനെ ആക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് കേട്ടോ. പക്ഷെ നമുക്കത് ഇപ്പാണ് കിട്ടിയത്. അൻവി ഇടിയില്ല, അൻവി സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓനിടെ ഇല്ലാത്ത സമയമാണ് ഇത്. ഞാനിവിടെ ഇപ്പോൾ എടുക്കുന്നതിനെക്കാട്ട് മുമ്പിൽ ആരെല്ലോ ഇത് പൊട്ടിച്ച് നോക്കിയെന്നാണ് തോന്നുന്നത്. അൻവി ഇത് പൊട്ടിച്ചില്ലല്ലേ? അൻവറ്റക്കാ കളത്തിനും പറഞ്ഞു നോക്കറാ. എന്നാ കുറച്ച് ദിവസമായി കൊണ്ടുവച്ചിട്ട് ഇതെന്നാ ഇതിന്റെ ഉള്ളിലുള്ള ആകാംക്ഷയുടെ എന്നിട്ട് അൻവിക്ക് പൊട്ടിച്ചു കൊടുത്തത് അല്ല, ഇവരെ കൊണ്ട് ഇവർക്ക് ഷമീലായിട്ട് തന്നാന്ന് കാണണം. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ പൊട്ടിക്കാവുന്ന പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെ പോരാ, നമുക്കിത് കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇതെല്ലാം പൊട്ടിച്ച് ഇതെല്ലാം പറിച്ചിട്ട് നോക്കി. പക്ഷെങ്കില് അൺബോക്സ് ഞാൻ അതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുങ്ങനെ പറഞ്ഞു ഇതിന്റെ സൈഡ്. അത്രേ ഉള്ളൂ. കണ്ട ഞാൻ പ്രയോഗം അതുകൊണ്ട് സമാധാനിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ശരിക്കും എനിക്ക് വേണ്ടി തന്നെയായിരിക്കും. എനിക്ക് വേണ്ടിട്ട് കുറച്ച് ബുദ്ധിയൊക്കെ കുറച്ച് ബുദ്ധിയൊക്കെ ഷോർട്സിന്റെ അകത്ത് പണി കിട്ടിയിട്ടും പിന്നെ എല്ലാവർക്കും അറിയാം നീ എങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടിട്ട് പ്രത്യേകം നീ ബുദ്ധിക്ക് വേണ്ടിട്ടാ. അത് നിങ്ങളെ ബുദ്ധിക്ക് വേണ്ടിട്ടായിരിക്കും. ഏതായാലും ഞാൻ ഇത് തുറന്നില്ല ആദ്യം പറഞ്ഞാണ്. എല്ലാം കളഞ്ഞു നിങ്ങള്. പിന്നെ ഞാനിട്ടുണ്ടാവുമ്പോ നിങ്ങളെ ഞാൻ കളവ് പറയാൻ സമ്മതിക്കൂല. ഭയങ്കര പാക്കിങ്ങും സംഭവങ്ങളെല്ലാം ആയതുകൊണ്ട് താങ്ക് യു. എന്നാ ശരി. താങ്ക് യു നല്ല ഉണ്ട് കണ്ടാ. എനക്ക് താങ്ക് യു, നിങ്ങൾക്ക് യു. താങ്ക് യു നല്ല കിടിലൻ ബോക്സാണ്. തുറക്കല് ആദ്യം സൈഡിലത്തെ ഈ സാധനം എടുത്തിട്ട് മാറ്റണം. എന്നിട്ടാണ് നമ്മൾ എനക്ക് താങ്ക്, നിങ്ങൾക്ക് യു. താങ്ക് യു. സൈഡ് നല്ല എടുത്തിട്ട് മാറ്റി ഇങ്ങനെ മാറ്റിയാൽ സംഭവം ഇങ്ങനെ എടുക്കാൻ പറ്റൂ. അമ്മ ആദ്യമായിട്ട് കാണുന്ന ആകാംക്ഷയോട് നോക്കുന്ന അപ്പത്തേക്ക് അമ്മ കണ്ട് എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്ന പൊട്ടിയെടുത്ത് മാറ്റിയ നല്ല വെയിറ്റുണ്ട് കേട്ടാ. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവം നമ്മൾ കാണിച്ചിരിക്കുകയാണ്. പാക്കിങ് തന്നെ മാറ്റി ഒന്നൊന്നര പാക്കിങ് കേട്ടാ. അതിന് തന്നെ നമുക്ക് എന്താണെന്ന് തുറന്നു നോക്കാം. നമ്മുടെ സംഭവങ്ങളെ കാണാം. 14,000 ഇപ്പൊ 15 എത്രയായിട്ടില്ലേ? അടുത്തത് ഇത് പക്ഷേങ്കില് ഇവർക്ക് ആർക്കും ഉപകാരമില്ലാത്തൊരു സാധനമായി. അതാണ്. അതെ, നമുക്കൊന്നും വേണ്ട കാര്യമില്ല. ബുദ്ധി ഇല്ലാത്തവർക്ക് കളിച്ച് ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂട്യൂബ് കൊടുക്കുക. ബുദ്ധി കാണുന്നവർക്ക് അറിയാം. ബുദ്ധി ഇല്ലാത്തവർക്ക് കളിച്ച് ബുദ്ധി ഉണ്ടാക്കാനാണോ, ബുദ്ധിയുള്ളവര് കളിക്കുന്ന സാധനമാണോ എന്ന് കാണുന്നവർക്ക് അറിയാം. ഉയ്യല്ല അപ്പ ഞാൻ ഒന്നും പറയാത്തവർക്കൊന്നും കിട്ടാത്തോണ്ടല്ല. കുറച്ച് ഉപകാരം ഉണ്ടാവണേ വീഡിയോ പണി തരുന്നല്ലോ. ബുദ്ധി അങ്ങ് വികസിക്കട്ട്. ഞാൻ ക്യാമറ വെച്ചിട്ട് പിടിക്കാൻ പോവാ. അതാ സംഭവം ഇതെന്താ സാധനം അറിയിക്കും. ഇല്ല, ഓ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ. ഇതാണ് ചെസ് ബോർഡിൽ അടിപൊളി. കണ്ട എല്ലാം തായിട്ടു. വലിയ ആളപ്പുറം എടുത്തതാണ്. അത് മറ്റേല് കാണിക്കാം ലാസ്റ്റ് സാധനത്തില്. എക്സ്പ്രഷൻ നോക്കട്ടെ ഇങ്ങോട്ടൊക്കെ. പെർക്കി ടൈം പാസിനോട് ഞാൻ ഇതൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇതാ ഞാൻ പറയാം. അവിടെ ഓക്കെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു. നമുക്ക് കാണുമ്പോ കൗതുകം. ഞാനിത് വാങ്ങണം കുറെ നാളെ ഇത് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് ഇത് കളിക്കാൻ വേണ്ടി ഇവിടെ ആളില്ല. കാരണം ഇവിടെ ആയിരിക്കും അറിയില്ല. നിങ്ങൾ ആദ്യം കളിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടാ.
എനിക്കറിയോ ഇല്ല, സത്യം പറയാം. ഇനി വേണം ഇവരെ ഒന്ന് പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് ആര് പഠിപ്പിക്കല് പഠിപ്പിക്കാൻ വേണ്ടി വേറെ ആരെയും കൊണ്ടുവന്നില്ല. ഗെയിമറിലൊന്ന് കളി തുടങ്ങാൻ എന്നാൽ അടിപൊളി ചെസ് ഈ സാധനത്തിന് മാത്രം പേരറിയാം. കുതിര എനക്ക് എല്ലാത്തിന്റെ പേരറിയാം. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. അതാണ് ആന. കാണിക്ക്. അതറിയില്ലേ? അതറിയാത്ത ആളുണ്ട്. രാജാവല്ലേ ഇത്? റാഡിയാ? അത് തേര്. ചോദിക്ക്. ആള് ഇവിടെല്ലാം മടുത്ത് വെച്ചിട്ട് വരുന്നത് തോന്നുന്നു. അതാണ് മന്ത്രി. എനക്കറിയാ. തേര്. എനിക്കൊരു എതിരാളി വന്നു. സായി മനസ്സിൽ സ്റ്റാൻഡേർഡ് സാധനം കേട്ടോ. കരിക്കള് വെക്കാൻ അറിയില്ലേ? പറയടാ ഏത് കഴിഞ്ഞ ഏത്. ആളിനെ വെക്കാൻ അറിയില്ല. സെക്കൻഡ് സ്റ്റെപ്പിൽ ഫുൾ ആളല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്നല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ കൊണ്ടുപോയി തേർഡിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മളെന്നാക്കണ്ട് ഈടെ തേര് വെക്കും. എതിരാളി. അപ്പോൾ ഇതാ നമ്മളെ യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു ഗിഫ്റ്റ്. നല്ല ഒരു സാധനം കേട്ടോ. പക്ഷേ ഇവിടെ ഇതിപ്പോൾ ഇതിനെ കൊണ്ട് എനിക്ക് വലിയൊരു ഉപകാരമില്ല. കാരണം എനിക്കിത് കളിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കൻ അപ്പുറം ഇപ്പോൾ ഇരുന്നിട്ട് കളിക്കേണ്ടി വരും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാൻ. എൻ്റെ ആ സ്ഥലം കുറച്ചും കൂടി ഒരു സ്പെഷ്യലാണ് കേട്ടോ. അത് സംഭവം എന്താണെന്നുള്ളത് ഞാൻ പോയി അവിടെ നിന്നുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരു സംഭവം ഉണ്ട്. എനിക്ക് വെക്കാനല്ല ഇപ്പുറത്തെ നോക്കിയിട്ട് വെക്കുന്നതായിരിക്കും അല്ലേ. ഇത് നീ വെക്കുക. ഇവരെയാണ് കളിക്കട്ട്. കുതിര കഴിക്കാതെ ആന, ആന കുതിര കഴിഞ്ഞ ആന. അതറിയില്ല. അത് ഇങ്ങനെ അങ്ങോട്ട് പോകും കുതിര ആയിട്ടാണ്. ഒന്നും അറിയില്ല. ആദ്യം ഉണ്ടല്ലോ മാറ്റിയിട്ട് ആന അതിന്റെ കുതിര വെച്ചിട്ട്. ഇത് ഞാൻ ഭയങ്കര ചിന്തിച്ചിട്ട് കണ്ടുപിടിച്ച സംഭവം. ഇപ്പുറത്തെ ബോക്സ് എൻ്റെ അടുത്ത് വീണ് പോയി. ഓർഡർ മാറിപ്പോയി. അതിന്റെ അത് കറക്റ്റ് ഓർഡറിൽ. അങ്ങനെയൊന്നും ഇല്ലാണ്. ഇത് നമ്മളെ യുക്തി പോലെയാണ് വെക്കുന്നത്. അല്ല, കുതിരയാ. കാണാൻ നല്ല രസം. ഇത് എന്ത് ചെയ്യും നമ്മുടെ ഇതിപ്പോ നമ്മളെന്ത് ചെയ്യും? നീ ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചോ. അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മുകളിൽ ഇപ്പൊ മറ്റേ വയറിങ്ങിന്റെ സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കല കേട്ടോ ഉള്ളില്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ വന്നിട്ടുള്ള പറഞ്ഞാട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര സംഭവമായിട്ട് നമ്മൾ സിനിമ കാണാനാ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ സംഭവം അതല്ല. നമ്മുടെ ചങ്ങായിമാരുടെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സിനിമ എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമാണ് എങ്കിലും ഒരു സിനിമ പോലെ തന്നെ. ആ ഒരു സിനിമേൻ്റെ നമുക്കിപ്പോൾ തിയേറ്ററിൽ ആദ്യം ഒരു പ്രീ റിലീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ കണ്ടിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എന്നിട്ട് യൂട്യൂബിൽ കണ്ടാൽ അതാ ടീമല്ല ഇതോടെ അവിടെ കയറുന്നത്. കിട്ടിയില്ല? എനിക്ക് കിട്ടിയില്ലേ? ആ എന്നാ പോവാ, നമുക്ക് ഇറങ്ങിയേക്കാം. എടാ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ. ടൈം ആരല്ല വന്നിട്ടുള്ള ടീം. അത് ശരി അല്ല. നിങ്ങൾ എന്നെ കണ്ടുമ്പോ നമസ്കാരം തുടങ്ങിയല്ലേ? ഹലോ, ഇതുവരെ കണ്ട നമ്മൾ നേരിട്ട് അടിച്ചല്ലേ ഇതുവരെ അല്ലേ? നേരിട്ട് കണ്ടിരുന്നോ ചോദിച്ചാ? ഇതുവരെ ഇല്ലല്ലോ. ഹലോ, നമസ്കാരം. നമ്മളെ ഗുണ്ടിന്റെ ആദ്യത്തെ സിനിമ തിയേറ്റർ റിലീസ്. എന്തുണ്ട്, എന്താ അഭിപ്രായം? സൂപ്പർ അല്ലേ?
കാരണം ഇതിൻ്റെ മ്യൂസിക് സംഭവം നമ്മുടെ സത്യം പറഞ്ഞാൽ ശരി അത്രയും കൊണ്ട് ഇതോട്ടാ കൊണ്ടാ പിന്നെ ഓക്കെ ഇപ്പൊ ലൈറ്റ് അങ്ങനെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി. സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ വേറെ ഏതെങ്കിലും സിനിമ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അതല്ല സംഭവം. നമ്മുടെ യൂട്യൂബിലുള്ള നമ്മളെ ഗുണ്ട് ചാനലിൻ്റെ പുതിയൊരു ഷോർട്ട്, നമ്മുടെ നാട്ടുകാരനെയാണ് അയിത്ത് പുന്നാട്, അവരുടെ ടീമാണ് ഗുണ്ട് ടീം കേട്ടോ. അത് 7-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് യൂട്യൂബിൽ റിലീസ്. അപ്പോൾ അതിനു മുമ്പ് തിയേറ്ററിൽ ഒരു റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായത്. ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ കാണുന്നത് ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു എന്താ പറയണ്ടേ നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. ഒരു സിനിമേൻ്റെ അതേ ഒരു എക്സ്പീരിയൻസ് തരുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഗുണ്ട് ചാനലിൽ കാണുക. അങ്ങനെ പടം കണ്ട് നമ്മളങ്ങനെ വീട്ടിലെത്തി. 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഈ ഗുണ്ട് യൂട്യൂബ് ചാനലിലാണ് അതിൻ്റെ റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിലൊരു പ്രീ ഷോ ഒന്ന് നടത്തിയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു നല്ല ഫീല് ചെയ്യുന്നൊരു സാധനമായിരുന്നു കേട്ടോ. നല്ലൊരു ഫീല് തരുന്നൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സംഭവമാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാ തരത്തിലും നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെ എടുത്തതെന്നല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞാറിലെ നമ്മുടെ സ്വന്തം ചങ്ങായിമാരാണ് ഇറ്റാട്ടൻ. അപ്പോൾ അവരൊരു ടീമാണ് ഗുണ്ട് ടീം എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്മുടെ മറിമായത്തിലെ നമ്മുടെ ഉണ്ണി ചെറുവത്തൂർ അവരെല്ലാം ഒരു ഷോർട്ട് ഫിലിമിലുണ്ട്, അവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കുട്ടീനും കൂട്ടിയിട്ട് പോകാൻ പറ്റാത്തത് നമ്മൾ രണ്ടാളും മാത്രം ഒന്ന് പോയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ടായിരിക്കും കേൾക്കുന്നത് കേട്ടോ. അവരുടെ വയറിങ്ങിൻ്റെ സംഭവങ്ങൾ ചുമരിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതായാലും വീട്ടിലെത്തി. ഇനി പരിപാടി വേറൊന്നുമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, ഒന്ന് കണ്ണൂരെത്തണം. അപ്പോൾ ഓക്കെ.